വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. അപ്പോൾ നമ്മൾ LSGD സെക്കൻഡ് ഗ്രേഡിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ സ്ട്രക്ചേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് സ്റ്റീൽ സ്ട്രക്ചേഴ്സിൽ അതിൻ്റെ കോമൺ ഫോംസ് ഓഫ് സ്റ്റീൽ സെക്ഷൻസ്, സ്ട്രക്ചറൽ ഫാസ്റ്റനേഴ്സ്, ജോയിൻസ്, ടെൻഷൻ ആൻഡ് കംപ്രഷൻ മെമ്പർ, അതുപോലെ ക്ലാസിഫിക്കേഷൻ, ഫാബ്രിക്കേഷൻ, കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്റ്റീൽ സ്ട്രക്ചേഴ്സിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്റ്റീൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്റ്റീലിനെ കുറിച്ചാണ് നമ്മളവിടെ നോക്കുന്നത്. അപ്പോൾ സ്റ്റീൽ എന്തൊക്കെ ചേർന്നിട്ടാണ് സ്റ്റീൽ നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറയുന്നത് ഇറ്റ്സ് അലോയ് ഓഫ് അയൺ ആൻഡ് കാർബൺ ആണ്. അതിൽ അയണിൻ്റെ അലോയും ഉണ്ട്, അതുപോലെ തന്നെ അതിൽ കാർബണും ഉണ്ട്. ഇതിൽ അയൺ എന്ന് പറയുന്നത് ഒരു 98%, കാർബൺ എന്ന് പറയുന്നത് 2% ആണ്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ് കാർബൺ എന്ന് പറയുന്നത്. ഈ കാർബൺ ആണ് സ്ട്രെങ്തും ഡ്യൂറബിലിറ്റിയും ഇമ്പാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഇൻ സ്റ്റീൽ വിച്ച് ഇമ്പാർട്ട് സ്ട്രെങ്ത് ആൻഡ് ഡ്യൂറബിലിറ്റി. ആൻസർ കാർബൺ ആണ്. ഇനി ഈ കാർബൺ 2% വരെ ഓക്കെ. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് ഉണ്ട്, ആ ഒരു ലിമിറ്റിന് മുകളിൽ കാർബൺ ആവാൻ പാടില്ല. അപ്പോൾ ബിയോണ്ട് പെർട്ടിക്കുലർ ലിമിറ്റ് ആയിക്കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ സ്റ്റീൽ ബിക്കം ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ. എന്താണ് ഹാർഡ് ആവുകയും ചെയ്യും, പെട്ടെന്ന് പൊട്ടിപ്പോവുകയും ചെയ്യും. കാർബണിൻ്റെ കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു ലിമിറ്റിന് മുകളിലായി കഴിഞ്ഞാൽ ഹാർഡ് ആവുകയും പെട്ടെന്ന് പൊട്ടിപ്പോവുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്കറിയാം സ്റ്റീൽ എന്ന് പറഞ്ഞാൽ കൊറോഷൻ സംഭവിക്കാൻ ചാൻസ് ഉള്ള ഒരു മെറ്റീരിയലാണ് സ്റ്റീൽ എന്ന് പറയുന്നത്. ഈ സ്റ്റീലിൽ തന്നെ കൊറോഷൻ സംഭവിക്കാത്ത സ്റ്റീലും ഉണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. സോ കൊറോഷൻ സംഭവിക്കാത്ത സ്റ്റീലിനെയാണ് നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത്. എന്താണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ? ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിലും എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടെയും എന്താണ് അലോയ് ഓഫ് അയൺ ഉണ്ട്, അയണിൻ്റെ അലോയ് ഉണ്ട്. പ്ലസ് അതിലുള്ളത് ക്രോമിയം, ദെൻ നിക്കൽ, സിലിക്കോൺ, മെയിനായിട്ട് ഇത്രയാണ് നമ്മൾ പറയുന്നത്. സിലിക്കോൺ, ദെൻ മാംഗനീസ് ഉണ്ട്, അതുപോലെ തന്നെ നൈട്രജൻ, കാർബൺ എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് അലോയ് ഓഫ് അയൺ, ക്രോമിയം, നിക്കൽ, സിലിക്കൺ. അതിന് പുറമേ തന്നെ കാർബൺ, മാംഗനീസ്, നൈട്രജൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്നുണ്ട്. അപ്പം മെയിൻ കണ്ടൻറ്റ് ഞാൻ ഈ അണ്ടർലൈൻ ചെയ്തേക്കുന്നതാണ്. ഇതാണ് പ്രീവിയസിൽ ചോദിച്ച് കണ്ടേക്കുന്നത്. അപ്പോൾ എല്ലാ കണ്ടൻസും നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ കൊറോഷൻ സംഭവിക്കാത്തൊരു സ്റ്റീൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതിൽ അയൺ, ക്രോമിയം, നിക്കൽ, സിലിക്കോൺ, മാംഗനീസ്, കാർബൺ, നൈട്രജൻ തുടങ്ങിയ എലമെൻറ്റ്സ് കൂടെ ഇതിൽ ആഡഡ് ആയിട്ട് വരുന്നുണ്ട്. ഇനി ഇതിൽ തന്നെ അടുത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സ്റ്റീൽ ഇൻവെൻറ്റ് ചെയ്തത് ആരാണ്? കാരണം ആ ഇൻവെൻറ്റ് ചെയ്ത ആളിൻ്റെ പേരിലാണ് സ്റ്റീലിൻ്റെ പ്രോസസ്സ് എല്ലാം അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഇൻവെൻറ്റ് ചെയ്യുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റീല് ഇൻവെൻറ്റ് ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ അത് ഹെൻറി ബെസമറാണ്. 1850 ഹെൻറി ബെസമറാണ് സ്റ്റീല് ഇൻവെൻറ്റ് ചെയ്തത്. ഇനി ഈ പുള്ളിയുടെ പേരിൽ തന്നെയാണ് സ്റ്റീലിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ് അറിയപ്പെടുന്നത്. സ്റ്റീലിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സാണ് ബെസമർ പ്രോസസ്സ്. എന്താണ് ബെസമർ പ്രോസസ്സ് എന്ന് പറയുന്നത്? സ്റ്റീല് കൂടുതലും ടെൻഷനാണ് എടുക്കുന്നത്. കംപ്രഷനും എടുക്കും, ടെൻഷനും എടുക്കും, രണ്ടും എടുക്കും. എങ്കിലും കുറച്ചുകൂടെ പ്രയോറിറ്റി നമ്മൾ എപ്പോഴും സ്റ്റീല് പറയുമ്പോൾ കൊടുക്കുന്നത് ടെൻഷനാണ്. ഓക്കെ, ഈ സ്റ്റീലും അതുപോലെ തന്നെ നമ്മുടെ കോൺക്രീറ്റും കൂടെ ചേരുന്നതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? RCC എന്ന് പറഞ്ഞത്. ഇത് സ്റ്റീലും കോൺക്രീറ്റുമായിട്ട് ചേരുന്നതിനെയാണ് നമ്മൾ RCC എന്ന് പറഞ്ഞത്. നമ്മുടെ LSGDയിൽ RCCയും ഒരു ടോപ്പിക്കാണ്. RCCയും സ്റ്റീലും കൂടെ ചേർന്നിട്ടാണ് നമുക്ക് സിലബസിൽ 10 മാർക്കിന് ചോദിച്ചേക്കുന്നത്. അതിൽ RCC എന്ന് പറഞ്ഞാൽ സ്റ്റീല് പ്ലസ് കോൺക്രീറ്റ്, അതിലുള്ള സ്റ്റീലാണ് നമ്മൾ സ്പെഷ്യലായിട്ട് പഠിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സ്റ്റീലിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഉള്ളത്, സ്റ്റീലിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഉള്ളത്. അതിന് മുന്നേ തന്നെ സ്റ്റീലിൻ്റെ കോഡ് ചോദിച്ചിട്ടുള്ളതാണ്. സ്റ്റീലിൻ്റെ കോഡ് IS 800 2007 ആണ്. നോർമലി നമ്മൾ ഡ്രസ് വർക്കും കാര്യങ്ങൾക്കും ആണ് ഇത് യൂസ് ചെയ്യുന്നത്. ഈ സ്റ്റീലിൻ്റെ കോഡ് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് RCC ഇവിടെ ജസ്റ്റ് പറഞ്ഞിട്ട് പോവാം. RCC ചെയ്തത് IS 456 2000 ആണ്. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റീൽസ്. അതിൽ മെയിനായിട്ട് ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ പറയുമ്പോൾ നമ്മൾ യൂണിറ്റ് വെയ്റ്റ്സ് പറയേണ്ടതായിട്ടുണ്ട്. യൂണിറ്റ് വെയ്റ്റ് എന്ന് പറയുമ്പം 7850 kg/m³ ആണ് വരുന്നത്. അപ്പോൾ അത് യൂണിറ്റ് വെയ്റ്റ് എന്ന് തന്നെ ചോദിക്കണമെന്നില്ല, നമുക്ക് എന്തെന്നും ചോദിക്കാം. ഡെൻസിറ്റി എന്ന് പറഞ്ഞ് ചോദിക്കാം. ഡെൻസിറ്റി ഓഫ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ 7850 kg/m³. ഇത് kg/m³ ആണ്. ഇനി കിലോ ന്യൂട്ടൺ ഈ ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ബൈ 100 ചെയ്താൽ മതി. 78.5 kN/m³. ക്വിൻ്റൽ ആയാലും സെയിം 78.5. ഇതൊക്കെ ഈ യൂണിറ്റ് അറിഞ്ഞിരുന്നേ പറ്റൂ, ക്വിൻ്റൽ പെർ മീറ്റർ ക്യൂബ്. ഇനി ടൺസിൽ വന്ന വ്യത്യാസമുണ്ട്.
എന്ത് ചെയ്യുന്നുണ്ട്, 1000-ൻ്റെ വരുന്നത്. 7.85 ടൺസ് പെർ മീറ്റർ ക്യൂബ്. ഇതെല്ലാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നിങ്ങളുടെ യൂണിറ്റ് നോക്കുക. 7850 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, 78.5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബും ഉണ്ട്. ക്വിൻ്റൽ പെർ മീറ്റർ ക്യൂബും സെയിം തന്നെയാണ്. ടൺസിലെടുത്താൽ 7.85 ടൺസ് പെർ മീറ്റർ ക്യൂബാണ് വരുന്നത്. അടുത്ത് പറയുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അത് നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് E = 2 × 10⁵ ന്യൂട്ടൺ പെർ mm². ഓക്കെ, E = 2 × 10⁵ ന്യൂട്ടൺ പെർ mm². അടുത്ത് പറയുന്ന പോയ്സൺസ് റേഷ്യോ ആണ്. പോയ്സൺസ് റേഷ്യോ എന്ന് പറയുന്നത് 0.33. കുറച്ചുകൂടി ആക്യുറേറ്റഡ് ആയിട്ട് പറഞ്ഞാൽ 0.25 to 0.33 നമുക്ക് പറയാം. 0.25 to 0.33. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ. കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ 12 × 10⁻⁶ per degree Celsius ആണ് വരുന്നത്. 12 × 10⁻⁶ per degree Celsius. അതുപോലെ തന്നെ ഇതിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സ്റ്റീലൂടെ ഒന്ന് അറിഞ്ഞിരിക്കാം. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സ്റ്റീൽ. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ 7.85 ആണ് വരുന്നത്. സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് യൂണിറ്റ് ഇല്ല, 7.85 ആണ്. ഓക്കെ, അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എന്തൊക്കെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ടെന്നാണ്. സോ ഫസ്റ്റ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇതല്ലാതെയും കുറച്ചുണ്ട്. ആദ്യമായിട്ട് പറഞ്ഞാൽ നമ്മൾ സ്റ്റീൽ സ്ട്രക്ചേഴ്സ് സ്പീഡായിട്ട് കൺസ്ട്രക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. സ്പീഡി കൺസ്ട്രക്ഷൻ ഈസ് പോസിബിൾ ഇൻ കേസ് ഓഫ് സ്റ്റീൽ സ്ട്രക്ചർ. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡിസ്മാൻഡലിങ് ആൻഡ് റീയൂസ് ദി സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ആണ്. ഡിസ്മാൻഡിൽ ചെയ്യാനും അതുപോലെ ഡിസ്മാൻഡിൽ ചെയ്തിട്ട് നമുക്കതിനെ റീയൂസ് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് പറഞ്ഞാൽ ഇതൊരു റീസൈക്ലിംഗ് ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. റീസൈക്ലബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് സ്റ്റീൽ. അതുപോലെ അടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ സ്റ്റീൽ മെമ്പേഴ്സ് ഓക്കുപ്പൈ ലെസ് സ്പേസ് ദാൻ RCC മെമ്പർ. RCC മെമ്പേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്റ്റീലിന് സ്പേസ് കുറച്ച് മതിയാവും. അതുപോലെ സെക്ഷണൽ പ്രോപ്പർട്ടീസിൽ മോഡിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും. മോഡിഫിക്കേഷൻസ് ഓഫ് സെക്ഷണൽ പ്രോപ്പർട്ടീസ് ദാറ്റ് ക്യാൻ ബി ഈസിലി ക്യാരിഡ് ഔട്ട് ഇൻ സ്റ്റീൽ. അതുപോലെ തന്നെ വെൽഫെയ്റ്റ് ഓഫ് സ്റ്റീൽ മെമ്പേഴ്സ് ഈസ് ലെസ് ആസ് കമ്പയർഡ് ടു RCC. RCC വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സ്റ്റീലിന് ലെസ് ആയിട്ടുള്ള സെൽഫ് വെയ്റ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഡ്യൂ ടു ഇറ്റ്സ് ഹൈ ഡെൻസിറ്റി സ്റ്റീൽ ഈസ് കംപ്ലീറ്റ്ലി നോൺ പോറസ് ആണ്. ഓക്കെ, ഇതല്ലാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഇത് മെയിനായിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതല്ലാതെ തന്നെ വേറെയും ഉണ്ട്. നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫസ്റ്റ് സ്ട്രെങ്ത് പറയാം. ഓക്കെ, ഇത് പറഞ്ഞ സാധനങ്ങൾ തന്നെ ഒന്നുകൂടെ ഞാൻ പറയുന്നേ ഉള്ളൂ. സ്ട്രെങ്ത് പറയാം, അതുപോലെ തന്നെ ഡ്യൂറബിലിറ്റി ഒരു അഡ്വാൻറ്റേജ് ആണ്, അതുപോലെ ലൈറ്റ് വെയ്റ്റ് ആണ്, ഫാസ്റ്റ് കൺസ്ട്രക്ഷൻ ആണ്, ഹയസ്റ്റ് സ്ക്രാപ്പ് വാല്യൂ ആണ്, സ്ട്രോങ് ഇൻ ടെൻഷൻ, ലോങ് ലൈഫ്, അതുപോലെ തന്നെ ഡക്റ്റൈലാണ്, മാലബിൾ ആണ്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട്, ഈസി ആയിട്ട് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം. ഇതൊക്കെ എന്ന് പറയുന്നത് സ്റ്റീലിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഇനി എന്തൊക്കെ ഡിസഡ്വാൻറ്റേജസ് ആണെന്ന് നോക്കാം. ഡിസഡ്വാൻറ്റേജിൽ നമ്മൾ ആദ്യം പറയുന്നത് കൊറോഷനാണ്. ഓക്കെ, എന്നുവെച്ചാൽ നമ്മൾ കറക്റ്റ് ആ ഒരു പീരിയോഡിക് മെയിൻ്റനൻസ് ഒക്കെ ചെയ്തില്ല എങ്കിൽ കൊറോഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കൊറോഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വാട്ടർ നമ്മുടെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം അയൺ ഓക്സൈഡ്സ് ഫോം ചെയ്യുന്നു. ഈ അയൺ ഓക്സൈഡ്സ് തന്നെയാണ് റസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ടെമ്പറേച്ചർ സ്ട്രെസ്സസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഫയർ റെസിസ്റ്റൻസ് ലോ ആണ്. സ്കിൽഡ് ലേബേഴ്സ് വേണം ഇതിനെ ഇറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മുടെ ഡിസ്അഡ്വാൻറ്റേജസിൽ പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഫിസിക്കൽ പ്രോപ്പർട്ടീസാണ്. ഇനി മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ച് നോക്കാം. ഈൽഡ് സ്ട്രെസ്, അൾട്ടിമേറ്റ് സ്ട്രെസ്, പെർസെൻറ്റേജ് ഓഫ് ഇലോങ്ങേഷൻ, നോസ് ടഫ്നെസ്, ഇത്രയുമാണ് നമ്മുടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്നത്. അതുപോലെ എന്തൊക്കെ ലോഡ് ഉണ്ടെന്നൊന്ന് അറിഞ്ഞിരിക്കാം. ഈ ലോഡ് നമുക്ക് വരുന്ന കോഡ് ഏതാണെന്ന് ചോദിച്ചാൽ IS 875 1987 ആണ്. എന്താണ് ലോഡ്സിനെ കുറിച്ച് പറയുന്നത്? IS 875 1987 ആണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, കാരണം ക്വസ്റ്റ്യൻസ് ചോദിക്കാം. IS 875. വേരിയസ് ലോഡ്സ് ആണ് നമുക്ക് സ്റ്റീൽ സ്ട്രക്ചേഴ്സിലുള്ളത്. മെയിനായിട്ട് പറഞ്ഞാൽ ഡെഡ് ലോഡ്, ലൈവ് ലോഡ്, വിൻഡ് ലോഡ്, എർത്ത് ക്യൂക്ക്, എറക്ഷൻ ലോഡ്, ആക്സിഡൻഷ്യൽ ലോഡ്സ്. ഇനി എന്തൊക്കെയാണ് ലോഡ് കോമ്പിനേഷൻ എന്ന് നോക്കാം. ലോഡ് കോമ്പിനേഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് IS 800-ലാണ്. ശ്രദ്ധിക്കുക, ലോഡ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് IS 875-ഉം അതുപോലെ ലോഡ് കോമ്പിനേഷൻസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് IS 800-ലും ആണ്. ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് ഉണ്ട്, ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് പ്ലസ് എർത്ത് ക്യൂക്ക് ലോഡ് ഉണ്ട്, ഡെഡ് ലോഡ് പ്ലസ് വിൻഡ് ലോഡ്, ഡെഡ് ലോഡ് പ്ലസ് എറക്ഷൻ ലോഡ്. ഇത്രയും ലോഡ് കോമ്പിനേഷൻസ് ആണ് വരുന്നത്. പറ്റുന്നത് മാക്സിമം നോക്കിയിട്ട് പോകുന്നതാണ് നല്ലത്. ഓക്കെ, ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ്, ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ്, അതുപോലെ ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് പ്ലസ് എർത്ത് ക്യൂക്ക് ലോഡ്, ദെൻ ഡെഡ് ലോഡ് പ്ലസ് വിൻഡ് ലോഡ്, ഡെഡ് ലോഡ് പ്ലസ് ഇറക്ഷൻ ലോഡ്. ഇറക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇറക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലോഡാണ് ഇറക്ഷൻ ലോഡ്. ഓക്കെ,
ഇനി സ്റ്റീലിൽ അറിയേണ്ട ഒരു 2 ടേമാണ്. എന്താണ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത്, എന്താണ് ഡിസൈൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. മാക്സിമം റെസിസ്റ്റൻസ് ദാറ്റ് കുഡ് ബി ഓഫേർഡ് ബൈ എ മെറ്റീരിയൽ ബിഫോർ ഫെയിലുവറിന് മുന്നേ ഉണ്ടാവുന്ന മാക്സിമം റെസിസ്റ്റൻസ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ഈസ് കോൾഡ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത്. അടുത്തത് ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ആർ ഒബ്റ്റൈൻഡ് ബൈ ഡിവൈഡിങ് ദെയർ ഈൽഡ്. എന്തൊക്കെയാണ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് നോക്കുക. ഈൽഡ്, ബക്ലിംഗ്, അൾട്ടിമേറ്റ് സ്ട്രെസ്സസ് ബൈ റിലവൻറ്റ് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ. ഓക്കെ, അപ്പോൾ ഫെയിലുവറിന് മുന്നേ ഉണ്ടാവുന്നത് മാക്സിമം റെസിസ്റ്റൻസ് എന്ന് അവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ആർ ഒബ്റ്റൈൻഡ് ബൈ ഡിവൈഡിങ് എന്തിനെയൊക്കെ ഈൽഡ്, ബക്ലിംഗ്, അൾട്ടിമേറ്റ് സ്ട്രെസ്സസ് ബൈ റിലവൻറ്റ് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഈസ് ഡിസൈൻ സ്ട്രെങ്ത്. നമ്മൾ ഡിസൈൻ സ്ട്രെങ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറൊക്കെ കൊണ്ടിട്ട് നമ്മൾ ചെയ്തിട്ട് മാത്രമേ ഫൈനൽ വാല്യൂ ആയിട്ട് എടുക്കാറുള്ളൂ. അപ്പോൾ ഇതൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ഇനി നോക്കാൻ പോകുന്നത് കോമൺ ഫോംസ് ഓഫ് സ്റ്റീൽ സെക്ഷൻസ്. ഇങ്ങനെ തന്നെയാണ് നമ്മൾ സിലബസിലും പറഞ്ഞിരിക്കുന്നത്. സ്റ്റീൽ സെക്ഷൻ്റെ കോമൺ ഫോംസ് ഏതൊക്കെയെന്നാണ്. ഇത് അറിഞ്ഞിട്ട് തന്നെ പോവുക, കാരണം ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാൻ മുന്നേ വന്നിട്ടുണ്ട്. ഫോംസ് ഓഫ് സ്റ്റീൽസിൽ ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് റോൾഡ് സ്റ്റീൽ സെക്ഷൻസ് ആണ് ഞാനിപ്പോൾ ആദ്യം പറയാൻ പോകുന്നത്. സോ അതിൽ ഐ സെക്ഷനാണ്. ഇപ്പോൾ ഐ സെക്ഷനിൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ISMB 500 എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. ഇത് എടുക്കുന്നത് സ്റ്റീൽ ടേബിളിൽ നിന്നൊക്കെയാണ്. അപ്പോൾ ഇത് നിങ്ങൾ IT കാരാകുമ്പോൾ ഇത് യൂസ് ചെയ്യാൻ ചാൻസ് ഇല്ല. അപ്പോൾ അല്ലാത്തവരാണെങ്കിൽ ഇതറിയാം, ISMB നമ്മൾ 500 എന്ന് പറയുന്നത് സ്റ്റീൽ ടേബിളിൽ നിന്ന് എടുക്കുന്ന ഒരു സംഭവമാണെന്ന്. ഓക്കെ, ഒരു വാല്യൂ ആണത്, ഒരു സെക്ഷൻ. ഇനി ഇതിൽ എന്തൊക്കെയാണ് റോൾഡ് സ്റ്റീൽ ഐ സെക്ഷനിൽ വരുന്നതെന്ന് നോക്കാം. ഈ റോൾഡ് സ്റ്റീൽ ആദ്യം ഈ ഫോംസ് ഓഫ് സ്റ്റീൽസ് നോക്കാം. ഐ സെക്ഷനിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്തൊക്കെ സ്റ്റീൽ സെക്ഷൻസ് ഉണ്ടെന്നൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എന്നുവെച്ചാൽ കോമൺ സ്റ്റീൽ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് ചോദിച്ചാൽ കോമൺ സ്റ്റീൽ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് ചോദിച്ചാൽ മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റത്തേത് റോൾഡ് ഐ സെക്ഷൻ. എന്താണ് റോൾഡ് ഐ സെക്ഷൻ? റോൾഡ് സ്റ്റീലാണ്, റോൾഡ് സ്റ്റീൽ ഐ സെക്ഷൻ. അതുപോലെ തന്നെ റോൾഡ് സ്റ്റീൽ ചാനൽ സെക്ഷൻ, റോൾഡ് സ്റ്റീൽ ചാനൽ സെക്ഷൻ. ദെൻ റോൾഡ് സ്റ്റീൽ ആംഗിൾ സെക്ഷൻ, റോൾഡ് സ്റ്റീൽ ആംഗിൾ സെക്ഷൻ. റോൾഡ് സ്റ്റീൽ ടി സെക്ഷൻ. ഓക്കെ, റോൾഡ് സ്റ്റീൽ ടി സെക്ഷൻ. ദെൻ റോൾഡ് സ്റ്റീൽ ബാർസ് ഉണ്ട്, റോൾഡ് സ്റ്റീൽ ട്യൂബ്, റോൾഡ് സ്റ്റീൽ പ്ലേറ്റ്സ്, റോൾഡ് സ്റ്റീൽ ഫ്ലൈറ്റ്, റോൾഡ് സ്റ്റീൽ ഷീറ്റ്സ്, സ്ട്രിപ്സ്. ഇത്രയുമാണ് മെയിനായിട്ട് ഉള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുമ്പോൾ കൂടുതലും വരുന്നത് റോൾഡ് ഐ സെക്ഷൻ, ചാനൽ സെക്ഷൻ, ആംഗിൾ സെക്ഷനൊക്കെയാണ്. ടി സെക്ഷനും ചെയ്യാറുണ്ട്, എങ്കിലും കൂടുതൽ വരുന്നത് ആദ്യത്തെ മൂന്നെണ്ണമാണ്. പിന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള സ്റ്റീൽ ബാർസ് ഉണ്ട്, റോൾഡ് സ്റ്റീൽ ട്യൂബ്സ്, റോൾഡ് സ്റ്റീൽ പ്ലേറ്റ്സ്, സ്റ്റീൽ ഫ്ലാറ്റ്സ്, സ്റ്റീൽ ഷീറ്റ്സ് ആൻഡ് സ്ട്രിപ്സ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഇത് ഓരോന്നും എന്തെന്നാണ്. അതിലാദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് റോൾഡ് സ്റ്റീൽ ഐ സെക്ഷൻ. എന്താണ് റോൾഡ് സ്റ്റീൽ ഐ സെക്ഷനാണ് നമ്മൾ നോക്കുന്നത്. ഇതിലിപ്പോൾ ഞാനിതിൽ കാണിച്ചിരിക്കുന്ന ISMB 500 എന്ന് പറയുന്ന ഒരു സെക്ഷൻ എടുത്തിട്ട് അതിലുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇപ്പോൾ ISMB 500 എന്ന് പറയുമ്പോൾ അതിൽ ISMP എന്താണ്? ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാൻ വരുന്നത്. ISMPയിൽ M എന്താണ്, അല്ലെങ്കിൽ ISMP എന്ന് പറയുന്നത് എന്താണ് മീൻ ചെയ്യുന്നത്, ഇതൊക്കെ ആയിരിക്കാം ചോദിക്കുന്നത്. നമ്മൾ റോൾഡ് സ്റ്റീൽ ഐ സെക്ഷൻസ് നോർമലി യൂസ് ചെയ്യുന്നത് ബീംസ് കോളത്തിലാണ്. ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഇത്രയുള്ളൂ. ISLB എന്താണ്, ISJB എന്താണ്, ISMB, ISHB. ഇതിൽ ISMB ആണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് നോക്കണമെങ്കിൽ ISLB. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ, ഇതാണ് ഒരു ഐ സെക്ഷൻ. ഓക്കെ, ഇതാണ് ഒരു ഐ സെക്ഷൻ. ഐ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഐ സെക്ഷൻ്റെ ഫ്ലാഞ്ചും വെബും അറിഞ്ഞിരിക്കുക. ഈ ഒരു പാർട്ട്, ഈ 2 പാർട്ടിനെ നമ്മൾ പറയുന്നത് ഫ്ലാഞ്ച്, വെർട്ടിക്കലി ഉള്ള പാർട്ടിനെ നമ്മൾ പറയുന്നത് വെബ്. ഇത്രയും ഒന്ന് അറിഞ്ഞിരിക്കുക, ഫ്ലാഞ്ചും വെബ്. ഇനി ISLB എന്ന് വെച്ചാൽ IS എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡാണ്. L എന്ന് പറഞ്ഞാൽ ലൈറ്റ് ബീം, LB ലൈറ്റ് ബീം. ഓക്കെ, അല്ലെങ്കിൽ റൂഫ് ബീം, അങ്ങനെയും പറയാം. നമുക്ക് ലൈറ്റ് ബീം അതാണ് നമുക്ക് വേണ്ടത്. ISLB ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ലൈറ്റ് ബീം. അടുത്ത ISJB എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ജൂനിയർ ബീം. അടുത്ത ISMP എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മീഡിയം വെയ്റ്റ് ബീമാണ്. ISMB എന്ന് വെച്ചാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മീഡിയം വെയ്റ്റ് ബീം, അല്ലെങ്കിൽ ഇതിനെ മീഡിയം ഫ്ലാഞ്ച് ബീം എന്ന് നമുക്ക് പറയാം. നോർമലി ആദ്യം പറഞ്ഞത് ലൈറ്റ് വെയ്റ്റ് റൂഫ് ബീമിനും ഇത് ഫ്ലോർ ബീംസിനുമാണ് നമ്മൾ കൊടുക്കുന്നത്. ISHB എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഹെവി വെയ്റ്റ് ബീം. എന്താണ് ഹെവി വെയ്റ്റ് ബീം, അല്ലെങ്കിൽ ഹെവി ബീം എന്നും പറയാം.
ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഹെവി വെയ്റ്റ് ബീം എന്ന് പറഞ്ഞാലും ഹെവി ബീം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. നമ്മൾ കോളത്തിനാണ് കൂടുതലും ISHB കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ISBLB എന്ന് പറഞ്ഞാൽ ലൈറ്റ് ബീം, റൂഫ് ബീംസിനാണ് കൂടുതലും പ്രൊവൈഡ് ചെയ്യുന്നത്. ISJB എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ജൂനിയർ ബീം, ISJB കൂടുതൽ ISJB എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ജൂനിയർ ബീം, ISMB എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മീഡിയം ഫ്ലാഞ്ച് ബീമാണ്. ഈ മീഡിയം ഫ്ലാഞ്ച് ബീം നമുക്ക് ഫ്ലോർ ബീംസിനാണ് കൊടുക്കുന്നത്. ISHB എന്ന് പറയുന്നത് കോളത്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഹെവി വെയ്റ്റ് ബീം അല്ലെങ്കിൽ ഹെവി ബീംസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിൽ ഫോംസ് ഓഫ് സ്റ്റീലിൽ നമ്മൾ I സെക്ഷൻ മാത്രമാണ് പറഞ്ഞത്. സോ അടുത്ത ചാനൽ സെക്ഷൻ കണ്ടോ, ഇതാണ് ചാനൽ സെക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ ചാനൽ സെക്ഷൻ എടുക്കുമ്പോൾ ഇത് ഫ്ലാഞ്ചാണ്, ഇത് വെബാണ്. ഓക്കെ, ഇതിൻ്റെ ടോട്ടൽ ഡെപ്ത് ആണ് ഈ തന്നിരിക്കുന്നത് 300 mm. അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ISLC എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ലൈറ്റ് ചാനൽ സെക്ഷൻ, ISJC ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ജൂനിയർ ചാനൽ സെക്ഷൻ, ISMC ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മീഡിയം ചാനൽ സെക്ഷൻ അല്ലെങ്കിൽ മീഡിയം വെയ്റ്റ് ചാനൽ സെക്ഷൻ. ഓക്കെ, അതുപോലെ തന്നെ ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് ഇതിൽ, ISSC. ഇങ്ങനെ ചോദിച്ചാൽ എന്താണെന്ന് ചോദിക്കാം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെഷ്യൽ ചാനൽ. എന്താണ് ISSC എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെഷ്യൽ ചാനൽ, അതാണ് ISSC. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് റോൾഡ് സ്റ്റീൽ ആംഗിൾ സെക്ഷനാണ്. ഈ ആംഗിൾ സെക്ഷൻ എടുക്കുമ്പോൾ 2 ടൈപ്പ് ആംഗിൾ സെക്ഷനാണ് വരുന്നത്. ഈക്വൽ ആംഗിൾ സെക്ഷനും ഉണ്ട്, അൺഈക്വൽ ആംഗിളും ഉണ്ട്. ഫിഗർ കാണുമ്പോൾ ഈക്വൽ എന്ന് വെച്ചാൽ ഇതാ ഈ 2 ലെങ്തും ഒരുപോലെയാണ് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈക്വൽ ആംഗിൾ സെക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ആംഗിൾ സെക്ഷനിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാനിവിടെ ഇതെൻ്റെ ഒരു ഗസറ്റ് പ്ലേറ്റ്, ഞാനൊരു പ്ലേറ്റ് എടുത്തേക്കാണ്. എനിക്ക് ഇതിലാണ് ഈ സാധനം വെൽഡ് ചെയ്ത് വയ്ക്കാനെന്ന് അല്ലെങ്കിൽ ബോൾട്ട് ചെയ്ത് വയ്ക്കാനെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ ഈ പോർഷൻ ഏതാണ്, ഈ പോർഷനാണ് ഞാൻ വെൽഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ബോൾട്ട് ചെയ്ത് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പോർഷനെ ഞാൻ ആ പ്ലേറ്റുമായിട്ട് കണക്റ്റ് ചെയ്തിരിക്കുന്ന പോർഷനെ ഞാൻ പറയുന്നത് കണക്റ്റഡ് ലെഗ് എന്നാണ്. എന്താണ്, കണക്റ്റഡ് ലെഗ്. അപ്പോൾ ഈ കണക്റ്റ് ചെയ്തിരിക്കുന്ന പോർഷനെ ഞാൻ പറയുന്നത് കണക്റ്റഡ് ലെഗ് എന്നാണ്, കണക്റ്റഡ് ലെഗ്. അതുപോലെ കണക്റ്റ് ചെയ്യാത്തൊരു പോർഷനില്ലേ, ഈ കണക്റ്റ് ചെയ്യാത്ത പോർഷനെ ഞാൻ പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് ലെഗ്. ഓക്കെ, കണക്റ്റ് ചെയ്തതിനെ കണക്റ്റഡ് ലെഗ് എന്നും കണക്റ്റ് ചെയ്യാത്ത പോർഷനെ ഔട്ട്സ്റ്റാൻഡിങ് ലെഗ് എന്നുമാണ് പറയുന്നത്. ഇനി ഈക്വൽ ആംഗിൾ വേറൊരു രീതിയിൽ കൂടെ പറയാം. കണക്റ്റഡ് ലെഗും ഔട്ട്സ്റ്റാൻഡിങ് ലെഗും സെയിം ആണെങ്കിൽ, എന്താണ്, കണക്റ്റഡ് ലെഗും ഔട്ട്സ്റ്റാൻഡിങ് ലെഗും സെയിം ആണ് എങ്കിൽ അതിന് ഈക്വൽ ആംഗിൾ സെക്ഷൻ എന്നാണ് പറയുന്നത്. അതേസമയം അൺഈക്വൽ ആംഗിൾ സെക്ഷൻ എന്ന് പറഞ്ഞാൽ കണക്റ്റഡ് ലെഗ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഓക്കെ, കണക്റ്റഡ് ലെഗ് കൂടുതൽ, അതേസമയം ഔട്ട്സ്റ്റാൻഡിങ് ലെഗ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അങ്ങനെയുള്ളതിനെ അത് തിരിച്ചും വരാം. കണക്റ്റഡും ഔട്ട്സ്റ്റാൻഡിങ്ങും രണ്ടും 2 വാല്യൂ ആയിരിക്കും, അതേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതാണ് അൺഈക്വൽ ആംഗിൾ സെക്ഷൻ എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും സ്റ്റീൽ ആംഗിൾസ് പറയുന്ന സമയത്ത് ISA എന്നാണ് പറയുന്നത്. ISA ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആംഗിൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആംഗിൾ. അപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആംഗിൾ L=B, ഇത് ലെങ്തും ഇത് ബ്രെഡ്ത്തും ആയിട്ട് എടുത്താൽ L=B ആണെങ്കിൽ ഈക്വൽ ആംഗിളും L=B ആണെങ്കിൽ അതിന് നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അൺഈക്വൽ ആംഗിൾ എന്നുമാണ് പറയുന്നത്. ഓക്കെ ആയോ? ഓക്കെ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് പറയുന്ന റോൾഡ് സ്റ്റീൽ T സെക്ഷനാണ്. റോൾഡ് സ്റ്റീൽ T സെക്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ ISHT ആണ് ആദ്യം പറയുന്നത്. ISHT എന്ന് വെച്ചാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഹെവി ഫ്ലാൻസ്ഡ് T ബാർസ് ആണ്, അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് വൈഡ് ഫ്ലാൻസ്. ISHT അല്ലേ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഹെവി ഫ്ലാൻസ്ഡ് T ബാർസ് ആണ്, ഹെവി ഫ്ലാൻസ്ഡ് ആണ്. ISHT എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഹെവി ഫ്ലാൻസ്ഡ് T സെക്ഷൻ ആണ്, അല്ലെങ്കിൽ T ബാർസ് എന്ന് പറയാം. അടുത്ത് പറയുന്നത് ISST ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെഷ്യൽ ലെഗ്ഡ് T ബാർസ്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെഷ്യൽ ലെഗ്ഡ് T ബാർസ്. ഓക്കെ, അപ്പോൾ ISST എന്ന് വെച്ചാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെഷ്യൽ ലെഗ്ഡ് T ബാർസ്. അടുത്തത് ISLT എന്താണെന്നാണ് പറയുന്നത്. ISLT ആണ്. ISLT എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ലൈറ്റ് T ബാറാണ്, ലൈറ്റ് T ബാർ. ഓക്കെ, അത് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫസ്റ്റ് ഇതിൽ നമ്മൾ പറയുന്നത്
ISHT ആണ്. ISHT എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഹെവി ഫ്ലാൻജ്ഡ്. എന്താണ്? ഹെവി ഫ്ലാൻജ്ഡ് ടീ ബാർസ്. അടുത്തത് ISLT ആണ്. ISLT എന്ന് വെച്ചാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ലൈറ്റ് ടീ ബാർ. അടുത്ത് പറയുന്നത് ISST ആണ്. അതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെഷ്യൽ ലെഗ്ഡ് ടീ ബാർ. സ്പെഷ്യൽ ലെഗ്ഡ് ടീ ബാർ, അത് ISST. അടുത്ത് നമുക്ക് നോക്കാനുള്ള ISJT. ISJT എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ജൂനിയർ ടീ ബാർ. ISJT ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ജൂനിയർ ടീ ബാർ. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, ISNT. ISNT എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നോർമൽ ടീ ബാർ. ISHT ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഹെവി ഫ്ലാൻജ്ഡ് ടീ ബാർ. ISLT ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ലൈറ്റ് ടീ ബാർ. അതുപോലെ തന്നെ ISST എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെഷ്യൽ ലെഗ്ഡ് ടീ ബാർ. ISJT ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ജൂനിയർ ടീ ബാർ. ISNT എന്ന് പറയുന്ന ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നോർമൽ ടീ ബാറാണ്. ഓക്കെ, ഇതല്ലാതെ തന്നെ നമുക്കിനി കുറച്ചുകൂടെ ക്ലാസിഫിക്കേഷൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ റോൾഡ് സ്റ്റീൽ ബാർസ് വരുന്നുണ്ട്, അതുപോലെ സ്റ്റീൽ പ്ലേറ്റ്സ് ഉണ്ട്, അതുപോലെ സ്ട്രിപ്സിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അത് സ്റ്റീല് സ്ട്രിപ്പും ഫ്ലാറ്റും ഇങ്ങനെയൊക്കെ ഈ ടൈപ്പിലൊക്കെ വരുന്നുണ്ട്. ഓക്കെ.